സോഴ്സ് കോഡ്. ജേക്ക് ഗില്ലൻഹാൾ നായകനായി 2011 പുറത്തിറങ്ങിയ ഈ സിനിമയാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രെയിനാണ്. അതിനുള്ളിൽ ഉറങ്ങിക്കൊണ്ടിരുന്ന നായകനായ സ്റ്റീവൻസ് പെട്ടെന്ന് ഞെട്ടി എഴുന്നേൽക്കുകയും അവൻ അത്ഭുതത്തോടെ ചുറ്റും നോക്കുകയും ചെയ്യുന്നു. അവനിപ്പോ എവിടെയാണെന്നൊന്നും മനസ്സിലാവുന്നില്ല. എന്തായാലും നിങ്ങളുടെ ഉപദേശം എനിക്ക് ഇഷ്ടമായെന്ന് ഓപ്പോസിറ്റ് ഇരിക്കുന്ന പെൺകുട്ടി പറയുകയും പെട്ടെന്ന് അതുവഴി വന്ന സ്ത്രീയുടെ കയ്യിൽ നിന്ന് കുറച്ച് കോഫി അവന്റെ കാലിലേക്ക് വീഴുകയും ചെയ്യും. അവനാണെങ്കിൽ ചുറ്റും സംഭവിക്കുന്നതൊന്നും മനസ്സിലാവുന്നില്ല. അവനിപ്പോ എവിടെയാണ് ഉള്ളതെന്നും അവന് അറിയാൻ കഴിയുന്നില്ല. അവിടെ ഒരാൾ ടോയ്ലറ്റിലേക്ക് എഴുന്നേറ്റ് പോകുന്നത് അവൻ നോക്കിക്കൊണ്ടിരിക്കുന്നതിനിടെ TTR വന്ന് അവനോട് ടിക്കറ്റ് കാണിക്കാൻ പറയുകയും എന്നാൽ ടിക്കറ്റ് എവിടെയാണെന്ന് മനസ്സിലാവാതെ ഇരിക്കുമ്പോൾ അവന്റെ പോക്കറ്റിൽ നിന്ന് അവൾ ആ ടിക്കറ്റ് എടുത്ത് TTRന് കൊടുക്കുന്നു. ശേഷം അയാൾ അടുത്ത ആളിന്റെ അടുത്ത് ചെല്ലുമ്പോൾ നമ്മള് പെട്ടെന്നെങ്ങാനും അടുത്ത സ്റ്റേഷനിൽ എത്തുമോന്ന് അയാൾ ചോദിക്കുന്നതൊക്കെ അവൻ കേൾക്കുകയും നീ എന്താ ഇപ്പൊ ഒരുമാതിരി പെരുമാറുന്നെന്ന് പെൺകുട്ടി ചോദിക്കുമ്പോൾ പിന്നെ നിങ്ങൾക്ക് എന്നെ അറിയാമായിരിക്കും, പക്ഷെ എനിക്ക് നിങ്ങൾ ആരാണെന്ന് ഇതുവരെ അറിയത്തില്ല. എന്റെ പേര് സ്റ്റീവൻസ് ആണ്, അമേരിക്കൻ ആർമിയുടെ ഹെലികോപ്റ്റർ പൈലറ്റ് ആണെന്നൊക്കെ പറയുമ്പോൾ അവള് കളിയാക്കി ചിരിക്കുകയും എന്തൊക്കെയാടാ ഷോണെ നീ പറയുന്നതെന്നൊക്കെ അവൾ പറയുകയും അപ്പോഴേക്കും തൊട്ടടുത്ത സ്റ്റേഷനിൽ എത്തുന്നതോടെ അവൻ എഴുന്നേറ്റ് പുറത്തേക്ക് ഇറങ്ങാൻ നോക്കുമ്പോൾ മുകളിൽ ആർമിയുടെ ഒരു ബാഗ് ഇരിക്കുന്നതായി കാണുകയും അങ്ങനെ അവൻ നേരെ നടന്നു പോകുമ്പോൾ ഒരുത്തൻ അവിടെ നിന്ന് എഴുന്നേറ്റ് വന്ന് ദേ നിങ്ങൾ ഇറങ്ങിയപ്പോ പേഴ്സ് അവിടെ കളഞ്ഞു പോയെന്ന് പറഞ്ഞ് ഒരാളുടെ കയ്യിൽ കൊണ്ട് കൊടുക്കുകയും ശേഷം അവൻ തിരിച്ചു കയറുകയും തന്റെ സൈക്കിളും എടുത്ത് പുറത്തേക്ക് വരുമ്പോൾ നമ്മളിപ്പോ എവിടെയാണെന്ന് സ്റ്റീവൻ ചോദിക്കുകയും ചിക്കാഗോയിലാണെന്ന് പറയുകയും ചെയ്യും. അങ്ങനെ വീണ്ടും ട്രെയിൻ പുറപ്പെട്ടിരിക്കുകയാണ്. അവൻ വീണ്ടും സീറ്റിൽ വന്നിരിക്കുകയും യാത്ര തുടങ്ങുകയും ചെയ്യുന്നു. ഇതിനിടെ കണ്ണാടിയിലെ റിഫ്ലക്ഷനിൽ അവന് എന്തൊക്കെയോ പന്തികേട് തോന്നുകയും നീ ആ റിഫ്ലക്ഷൻ കണ്ടോന്നൊക്കെ ചോദിക്കുമെങ്കിലും അവൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലാവാതെ അവൾ ഇരിക്കുകയാണ്. ഇതോടെ അവൻ അപ്പോൾ തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് നേരെ ടോയ്ലറ്റിന്റെ ഉള്ളിലേക്ക് ചെന്ന് കയറുകയും കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ മറ്റൊരാളിന്റെ രൂപം കാണുകയും ചെയ്യുന്നു. ഇതോടെ അവന്റെ കിളി പോവുകയും പോക്കറ്റിലുള്ള പേഴ്സ് എടുത്ത് നോക്കുമ്പോൾ ഷോൺ എന്ന ഒരാളിന്റെ പേഴ്സാണ് അവന്റെ കയ്യിലുള്ളത്. ഇതോടെ തനിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് അവന് മനസ്സിലായിരിക്കുകയാണ്. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവൾ വെളിയിൽ വന്ന് നിൽക്കുകയും നിങ്ങൾക്ക് എന്താ ഷോണെ പറ്റിയ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എടി എനിക്ക് ഷോൺ ആരാണെന്ന് അറിയില്ല, നീ ആരോടാണ് സംസാരിക്കുന്നതെന്ന് എനിക്ക് അറിയില്ല